മനുഷ്യജീവൻ ഗർഭധാരണത്തിൻ്റെ നിമിഷം മുതൽ ഒന്ന് ആദരിക്കപ്പെടുകയും രണ്ട് നിരുപാധികം സംരക്ഷിക്കപ്പെടുകയും വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മകള് നിങ്ങളുടെ മരുമകള് ഗർഭിണികളാണെന്നറിഞ്ഞാൽ, അത് ഭർത്താവായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അപ്പനായിക്കോട്ടെ, ആരായിക്കോട്ടെ, കർത്താവിൻ്റെത് പറയുന്നു ഒന്ന് ആദരിക്കണം. ചില അമ്മമാരെന്ത് ചെയ്യുന്നറിയോ? കുഞ്ഞിനെ ഇപ്പോൾ വേണ്ട, 2 കുഞ്ഞ് മതി, കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്കുക. എന്നിട്ട് ഈ ചില പിശാച് കയറിയിട്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്തായിരിക്കും മരുമകളെ ഇട്ട് മാക്സിമം പീഡിപ്പിക്കുന്നത്. ഇത് കൊട്ടിയ പിശാചാ. ആദരിക്കണമെന്ന്, കുഞ്ഞിനെയാണ് ആദരിക്കേണ്ടത്. 2 ബഹുമാനിക്കണം. അസ്തിത്വത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ മനുഷ്യജീവി ഒരു വ്യക്തിയുടെ അവകാശങ്ങളുള്ളവനായി അംഗീകരിക്കപ്പെടണം. എപ്പോഴെങ്കിലും നമ്മുടെ ഏതെങ്കിലും സഹോദരിമാരെ ഗർഭസ്ഥ അവസ്ഥയിൽ മാനസികമായി തളർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കണ്ണുനീരിൽ ചാലിച്ചേറ്റു പറയണം. അത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് തടസ്സമാവും, നമ്മുടെ കൊച്ചുമക്കളുടെ മക്കളുടെ ജീവിതത്തിന് തടസ്സമാകും. ചില ഭർത്താക്കന്മാരാണ് ഈ വലിയ കെണി. അത് ആ കുഞ്ഞിനോട് ചെല്ലുന്ന ക്രൂരതയും കൊലപാതകവുമാണ്. 1 യോഹന്നാൻ 3:15 പറയുന്നത് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. വെറുപ്പ്, ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അത് കൊലപാതകമാണ്. എനിക്ക് അപ്പനുണ്ടായിരുന്നോ? നിങ്ങൾ പറ. ആ അപ്പനുണ്ടായിരുന്നോ? ആ അപ്പനോ ഉണ്ടായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഞാൻ അവരെ കെട്ടിക്കുമോ? ആ മക്കൾക്ക് മക്കളുണ്ടാവുമോ? അവരെ കെട്ടിക്കുമോ? അവർക്ക് മക്കളുണ്ടാവുമോ? ഇനി പറ, ഞാൻ ഒരു വ്യക്തിയാണോ ഒരുപാട് വ്യക്തിയാണോ? നമ്മുടെ ചിന്തയൊന്ന് മാറ്റിപ്പിടിച്ച് നോക്കിയേ. അങ്ങനെയെങ്കിൽ എന്നെ എൻ്റെ അമ്മ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത തലമുറ ഉണ്ടാകുമോ? ഇപ്പോൾ ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞിനെയാണോ കൊല്ലുന്ന, ഒരു തലമുറേനെയാണോ കൊല്ലുന്നത്? വരാനിരിക്കുന്ന ഒരു വലിയ തലമുറേനെയാണ് ഒരാൾ അബോർഷനിലൂടെ ഇല്ലാതാക്കുന്നത്. ഇതിൻ്റെ ഗൗരവം ആർക്കും അറിയില്ല. ഇതിൻ്റെ ഗൗരവം കുറച്ച് നാളിന് മുമ്പ് എനിക്ക് മനസ്സിലായത്. ഒരു വ്യക്തിനെ അല്ല കൊല്ലുന്നത്, വരാൻ പോകുന്ന വലിയൊരു തലമുറേനെയാണ്. ഇപ്പോൾ 1000 ആത്മാക്കളുടെ മേൽ കണക്ക് കൊടുക്കേണ്ടി വരും. ചില അമ്മമാർ ചോദിക്കും, നീ എന്തിനാ ഈ പെറ്റ് പെരുകുന്നതെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കരുത്, വചനത്തിന് വിപരീതമാണ്. എൻ്റെ വീട്ടിൽ 10 മക്കളായിരുന്നു ഞങ്ങൾ, 6 പേര് മരിച്ചു. എൻ്റെ അമ്മ രാജകീയ മരണമാണ് സ്വീകരിച്ചത്. മരണത്തിൻ്റെ നിമിഷം വരെയും മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കളൊക്കെ ചുറ്റും കൂടിയെന്ന യാത്രയാക്കിയത്.